നമസ്കാരം. നമ്മുടെ ഇന്നത്തെ കഥയുണ്ടല്ലോ, ഇവിടെ അല്ല, ഇവിടെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആറ്റത്തുള്ള ബെല്ലൈക്കൺ നിൽക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതാണ്. അപ്പോൾ പോയാലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 3/4 മണിക്കൂറായി. ഒരു ഹോട്ടലുണ്ടോ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാണ്. നല്ല പൊറോട്ട മേടിച്ചിട്ടുണ്ട്, പിന്നെ മുട്ടക്കറി മേടിച്ചിട്ടുണ്ട്. എല്ലാവരും നോർമൽ വണ്ടിയൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ, ഇനി എല്ലാവർക്കും നല്ല ഓഫ് റോഡ് വണ്ടിയൊക്കെ മേടിച്ചോ. ഇതാണ് റോഡിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ. നല്ല അടിപൊളി മഴ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ അതിരപ്പള്ളി റൂട്ടിലേക്കുള്ള ബോർഡ് അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ സ്ട്രൈറ്റ് റോഡാണ്. കൊള്ളാം എൻ്റെ പൊന്നു, ഇത് എന്ത് റോഡാണ്. നമ്മളങ്ങനെ അതിരപ്പള്ളി റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടുത്തെ റോഡൊക്കെ NH വെച്ച് നോക്കുമ്പോൾ എത്ര ഭേദം ഉണ്ടാവും. നല്ല സെറ്റ് റോഡാണ് അവിടെ. നമ്മളിപ്പോൾ സമയം ഓടിച്ചിട്ട് ക്ഷീണിച്ചിട്ടേ ഇപ്പം ജസ്റ്റ് ഒന്ന് സൈഡാക്കിയത്. അപ്പം ഏകദേശം ഇപ്പോൾ ഒരു 14 കിലോമീറ്ററേ ഉള്ളൂ. വീണ്ടും മഴ തുടങ്ങി ഗായ്സ്. മൊത്തം നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. തോട്ടിട്ടുണ്ട്, എന്നാലും നമ്മളിപ്പോൾ അതിരപ്പള്ളി എത്താൻ കുറച്ചും കൂടി ഉള്ളൂ. ഈ സൈഡിലൊക്കെ കാണുന്നത് ഈ ഓയിൽ പ്ലാമാണ്. ഈ കാണുന്നതാണ് ചാലക്കുടി പുഴ. ഇതിപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ അതിരപ്പള്ളി എത്താറായി. അപ്പോൾ അതിന് മുന്നേ ഒരു ഷാപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എല്ലാം കഴിക്കാം. നല്ല പന്നിയുണ്ട്, നല്ല ബോട്ടിയുണ്ട് ഇടാ കുടിക്കാൻ. നല്ല ബാമ്പൂല് കള്ളും. കഴിച്ച് പുറത്തിറങ്ങിയാണ്. നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ഷാപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഓയിൽ പ്ലാമിൻ്റെ ഒരു പ്ലാന്റേഷനിലോട്ട് കയറിയതാണ്. അപ്പം അതിൻ്റെ ചേർന്നിട്ട് തന്നെ നമ്മുടെ ചാലക്കുടി പുഴ ഇങ്ങനെ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഈ ചാലക്കുടി പുഴയുടെ ഉത്ഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനമലയിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. ഏകദേശം 145 കിലോമീറ്റർ കഴിഞ്ഞ് ഇത് അറബിക്കടലിലോട്ട് ചെന്ന് പതിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലുള്ളതാണ് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ്. ഇത് നമ്മുടെ ഓയിൽ പ്ലാം ട്രീ ആണ്. ഇത് ഞാനിപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരു പ്ലാന്റേഷൻ, ഇത്രയും വലിയൊരു പ്ലാന്റേഷൻ കാണുന്നത്. നീ കാണുന്നുണ്ടോ? ഈ കുരുവിനെ അവരെന്തോ ഒരു രീതിയിൽ
ചതച്ചിട്ടോ മറ്റോ ആണ് നമ്മുടെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. ഇവിടെയല്ല, ശരിക്കും കേരളത്തിലല്ല, ഇത് കൂടുതലും കാണുന്നത് സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയിലും ഏകദേശം അങ്കോള, ഗനിയ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇത് കാണാറ്. അപ്പോൾ കേരളത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അതിരപ്പള്ളിയത്തിന് മുമ്പായിട്ടുള്ളൊരു ലോങ് വ്യൂ ആണ് കണ്ടത്. നമ്മൾ അതിരപ്പള്ളി എത്തി. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് ചെല്ലാട്ടോ. അകത്തോട്ട് കയറാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഏകദേശം പിന്നെ 60 രൂപ പ്രൈസ് വരുന്നുണ്ട്. അവസാനം ഫൈനലി എത്തിയിരിക്കണം ഗൈസ്. കുറച്ച് ദൂരം കൂടി ഉണ്ട്. നല്ല വഴുക്കലുണ്ട്, നോക്കി ഇറങ്ങണ്ട. അവർ ചേട്ടൻ പേടിച്ചിട്ട് അതിലേ ഇറങ്ങി പോവാ. ഗ്രിപ്പുള്ള കാലത്ത് നോക്കി ഇറങ്ങാം നമുക്ക്. നോക്കി ഇറങ്ങി കേട്ടാ. ഞങ്ങക്ക് പിന്നെ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുതലേ നല്ല സമയമാണ്. ഒട്ടും മഴയില്ലാത്തോണ്ടും ഒട്ടും നനയാത്തോണ്ടും നല്ല സുഖമാണ്. കണ്ടില്ലേ, ഷൂ ഒക്കെ നല്ല ഫ്രഷ് ആയിരിക്കുക. ഇപ്പൊ എന്താ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല തോന്നുന്നു. വാട്ടർഫോൾസിൻ്റെ മേളിലുള്ള വ്യൂ ആണ്. നമുക്കിനി താഴോട്ട് പോകാം. അവിടെ കിടിലും വ്യൂ ആയിരിക്കും. കോഫി മേടിച്ചില്ലടാ. ഇതാണ് പോലെ ആംബിയൻസ്. ഈ ആംബിയൻസിൽ ഒരു കോഫി കുടിക്കുന്നുണ്ടല്ലോ മോനെ, സൂപ്പറാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം ഒരു 3-4 കടകളൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, കോഫി നല്ല കോഫിയായിരുന്നു. പിന്നെ അത്യാവശ്യമുള്ള വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മെയിൻ വ്യൂവിലോട്ട് കുറച്ച് നടക്കാനുണ്ട് താഴോട്ട്. അപ്പോൾ പോയാലോ? നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാണ്ടല്ലോ നമുക്കൊന്ന് ഇരുന്നിട്ടൊക്കെ റെസ്റ്റ് എടുത്തൊക്കെ പോകാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾ. ഇതിൻ്റെ താഴെ തന്നെ നമുക്കൊന്ന് വിശ്രമിക്കാനും റിലാക്സ് ചെയ്തിരുന്ന് ആ വ്യൂ ഒന്ന് കാണാനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ടെൻറ്റ് പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് വാട്ടർഫോൾസിൻ്റെ മെയിൻ വ്യൂ എന്ന് പറയുന്നത്. ഏകദേശം 80 അടിയോളം താഴ്ചയിലോട്ടാണ് ഈ വെള്ളം താഴോട്ട് പതിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് വീണ്ടും കാണാം. ബൈ.